Praise the Lord. Praise the Lord. കത്തോലിക്ക സഭയുടെ മതബോധന പഠനക്കളരിയിലേക്ക് സ്വാഗതം. കത്തോലിക്ക സഭയുടെ വിശ്വാസ നിക്ഷേപമാണ് കാറ്റക്കിസം ഓഫ് കാത്തലിക് ചർച്ച് എന്ന് പറയുന്നത്. ഇന്ന് 2024 സെപ്റ്റംബർ മാസം 3-ാം തീയതി. ഇത് 988ാമത്തെ എപ്പിസോഡാണ്. സ്നേഹമുള്ളവരെ, വിശ്വാസത്തിൻ്റെ നിക്ഷേപമാണ് നമ്മുടെ ജീവിതത്തിൽ. ഞാൻ കത്തോലിക്ക സഭയിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ കത്തോലിക്ക സഭയിലെ വിശ്വാസം? അത് അതിൻ്റെ ആധികാരികമായ പ്രബോധനത്തിൽ അടങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മളെ സഹായിക്കുന്നത്. 2565ാമത്തെ ഖണ്ഡികയിൽ പറയുന്നു, പരിശുദ്ധ രാജകീയ ത്രിത്വം മുഴുവനും നമ്മുടെ സമ്പൂർണ്ണ മനുഷ്യ ചേതനയിൽ വസിക്കുന്നു. അതാണ് ദൈവരാജ്യത്തിൻ്റെ കൃപാവരം. പ്രവചനത്തിനായി നമുക്ക് ദാഹിക്കാം. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ പലതുമുണ്ട് ഇവിടെ. അതിനകത്തൊരു സാക്ഷ്യം നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ബിനോയ് അലക്സ് CCC 985 ക്ലാസ്സിലെ പ്രവചനത്തിനുണ്ടായ അടയാളം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. അന്ന് പ്രവചനത്തിന് ശേഷം മൂക്കിൽ ദശ വളരുന്ന ഒരാളെ സൗഖ്യപ്പെടുന്ന കാര്യം പറഞ്ഞിരുന്നു. അത് ഞാനാണ്. എനിക്ക് വർഷങ്ങളായി മൂക്കിൽ ദശ വളരുന്നത് കൊണ്ട് ശ്വാസതടസ്സം ഉണ്ടായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ശ്വാസതടസ്സം മാറി. അത് എനിക്കാണ് ഞാൻ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രശ്നമാണിത്. പലർക്കും ഓപ്പറേഷൻ ചെയ്തു. അതാണ് എനിക്ക് സൗഖ്യപ്പെട്ടത്. സാക്ഷ്യപ്പെടുത്താൻ ഞാൻ താമസിച്ചത്. അതിനുശേഷം ഞാൻ പല യാത്രകളിലായിരുന്നു. താങ്ക് യു ജീസസ്. താങ്ക് യു ബ്രദർ. ബിനോയ് അലക്സ്. പ്രൈസ് ദ ലോർഡ്. 985ാമത്തെ എപ്പിസോഡിലെ CCCയിൽ പറഞ്ഞ ആ സൗഖ്യമാണ്. മൂക്കിൽ ദശ വളർന്നത് ടപ്പ് എന്ന് മാറി. വരുവിൻ, നമ്മളെ ഓരോ ദിവസവും കർത്താവ് ഇതുപോലെ നയിക്കുന്നു. അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കുകയും കർത്താവ് അവരോടൊപ്പം പ്രവർത്തിക്കുകയും അടയാളങ്ങളിലൂടെ അവരുടെ വചനത്തെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു. എന്റെ ജനമേ, ഞാൻ ഉയർത്തെഴുന്നേറ്റവനും സകലരെയും ഉയർപ്പിക്കുന്നവനുമാകുന്നു. അതേ, ഞാൻ വീണ്ടും അരുളി ചെയ്യുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് ശരിയായി മനസ്സിലാക്കുവിൻ. ഞാൻ മരിച്ചുയർത്തവനും സകലരെയും ഉയർപ്പിക്കുന്നവനുമാകുന്നു. ഞാൻ ആരുടെയും അനുവാദം ചോദിച്ചിട്ടല്ല അവരെ ഉയർപ്പിക്കുന്നത്. ഞാൻ സർവാധിപനാകുന്നു. സകലരെയും ഞാൻ ഉയർപ്പിക്കും. എൻ്റെ ഉയർപ്പിൻ്റെ മഹത്തീകരണ ശക്തി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നതാണ് മറ്റൊരു വലിയ വിസ്മയം. അന്ത്യദിനത്തിൽ ഈ പ്രപഞ്ചം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരെയും ഉയർപ്പിച്ച് മഹത്തീകരിച്ച ശരീരവും ആത്മാവും ആക്കി മാറ്റി എന്നോടൊപ്പം സ്വർഗരാജ്യത്തിൽ ഞാൻ അവരെ കൊണ്ടുവരുന്ന ആ മനോഹര, ആ വിസ്മയനീയമായ ആ രൂപാന്തരീകരണ ശക്തി ഇപ്പോൾ തന്നെ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അന്വേഷിപ്പിൻ, കണ്ടെത്തും. മുട്ടുവിൻ, തുറക്കപ്പെടും. ഓരോ വിശുദ്ധ കുർബാനയിലും ഈ ശക്തിയാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. ദൈവരാജ്യത്തിലുള്ള വിശ്വാസത്തോടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവും ഭക്ഷിക്കാനും പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് പറയുമ്പോൾ യുഗാന്ത്യത്തിലെ ദൈവരാജ്യത്തിൽ
വരുന്ന ഉത്ഥാനത്തിന്റെ മുന്നാസ്വാദനമാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത്. നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തുവിൻ, നിങ്ങളുടെ വിശ്വാസത്തെ ഉയർത്തുവിൻ. ഞാൻ സകലത്തെയും മഹത്വീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ മരിച്ചപ്പോൾ സകലതും എന്റെ ശരീരത്തിൽ മരിപ്പിച്ചു. ഞാൻ ഉയർത്തപ്പോൾ സകലവും എന്റെ ശരീരത്തിൽ ഉയർപ്പിച്ചു. ഞാൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ സകലത്തെയും ഞാൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുഭാഗത്തേക്ക് കൊണ്ടുപോയി. മനുഷ്യവംശം മുഴുവനും എന്നിലുണ്ട്. ഞാൻ നിങ്ങളെ നീതീകരിച്ചിരിക്കുന്നു. നിങ്ങളുടെ സകല തിന്മകളും, നിങ്ങളുടെ സകല ബലഹീനതകളും, നിങ്ങളുടെ സകല പാപവും ശിക്ഷയും ഞാൻ കുരിശിൽ ഏറ്റെടുത്തു. ഞാൻ ഭൂലോക പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായി നിങ്ങൾക്ക് വേണ്ടി എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുവിൻ. വിശ്വസിച്ചുകൊണ്ട് എന്റെ ഉത്ഥാനത്തിന്റെ അത്ഭുത ശക്തി നിങ്ങളുടെ ആത്മാവിൽ ഞാനിതാ നിറച്ചിരിക്കുന്നു. ശലമക്കാര എന്റെ ഉത്ഥിത ശരീരവും ആത്മാവും ദൈവത്വവും നിങ്ങളിൽ ഞാൻ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. വിശ്വസിക്കുവിൻ, വിശ്വസിക്കുവിൻ. ഞാൻ നിങ്ങളിൽ വസിക്കുന്നു. ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് എന്റെ മാനുഷിക ശരീരത്തോടോ അല്ല, എന്റെ ഉത്ഥിതമായ ആത്മീയ ശരീരത്തോടെയാണ്. അല്ലാതെ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ എങ്ങനെ കയറാൻ പറ്റും? ഞാൻ നിങ്ങളിൽ വസിക്കുന്നത് എന്റെ മഹത്വീകരിക്കപ്പെട്ട ഉത്ഥിതമായ അവസ്ഥയിലാണ്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും ഉണ്ട്. ഞാൻ നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിക്കുന്നു. നിങ്ങളെ ഞാൻ ഉയർപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ ഉത്ഥാനത്തിന്റെ മുന്നോടി ഞങ്ങൾ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഉത്ഥിതനായ ഞാൻ നിങ്ങളിൽ വസിച്ചുകൊണ്ട് നിങ്ങളുടെ മാനുഷികതയെ രൂപാന്തരീകരിച്ചു കൊണ്ടിരിക്കുന്നു. അത് പൂർണ്ണമായി രൂപാന്തരീകരിക്കപ്പെടും എന്ന് നിങ്ങൾ വിശ്വസിക്കുവിൻ. രൂപാന്തരീകരണ മലയിൽ കണ്ട പോലെ നിങ്ങൾ ഓരോരുത്തരും രൂപാന്തരീകരിക്കപ്പെടും. വിശ്വസിക്കുവിൻ, വിശ്വസിക്കുവിൻ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. പ്രൈസ് ദ ലോർഡ്. തുടർന്ന് ഈ പ്രവചനത്തിന്റെ സ്ഥിരീകരണത്തിനായിട്ടുള്ള സൗഖ്യം, എന്ത് സൗഖ്യമാണ് കർത്താവ് ഇപ്പോൾ തരുന്നത്? ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും നീ കേൾക്കാൻ പോകുന്നവരിലും കർത്താവ് നൽകുന്ന സൗഖ്യം. കർത്താവേ, കർത്താവേ, ഞങ്ങൾ സ്വീകരിക്കുന്നു. അവിടുന്ന് അടയാളങ്ങളിലൂടെ അവിടുത്തെ പ്രവചനത്തെ, അവിടുത്തെ പ്രഘോഷണത്തെ സ്ഥിരീകരിച്ചു. ഒരു സൗഖ്യം പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ രോഗം മൂലം മൂത്ര തടസ്സം, വേദനയുമുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് സുഖപ്പെടുത്തുന്നു. ഹലവല 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 ഹലവല. മറ്റൊന്ന് ഹൃദയരോഗ സംബന്ധമായ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹൃദയരോഗ സംബന്ധമായ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. മറ്റൊന്ന് കണ്ണിൻ്റെ അകം ചുമന്ന് ഇരിക്കുന്നു, കണ്ണിന് വേദന. ഇത്
കർത്താവ് സുഖപ്പെടുത്തുന്നു. ഇടത്തെ കണ്ണിനാണ്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ സൗഖ്യങ്ങളെല്ലാം പെട്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിലൂടെ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണം കർത്താവേ. ഈ സൗഖ്യങ്ങൾ കിട്ടുന്നവർ, ഈ സൗഖ്യങ്ങൾ അനുഭവിക്കുന്നവർ ഉടനെ തന്നെ എനിക്ക് സന്ദേശം അയയ്ക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ 00919447196033. ഇതിലേതെങ്കിലും സൗഖ്യം ഇപ്പോൾ തന്നെ അനുഭവമാകുന്നുള്ളവർ ഒരു തംസപ്പ് തരാമോ? പ്രൈസ് ദ ലോർഡ്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് വേഗം കയറുന്നു. നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് 1125. ഇന്നലത്തെ 1124 അതിനെ തുറന്നുണ്ടായ പ്രബോധനങ്ങളുമെല്ലാം നിങ്ങൾ ശ്രദ്ധയോടെ പഠിച്ചു. നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് 1125. ഇന്നലെ പഠിച്ചതിൽ ഓർമ്മയുണ്ടോ? ലെക്സ് ഒറാൻഡി, ലെക്സ് ക്രെഡൻഡി. അതാണ് ഇന്നലെ നമ്മൾ പഠിച്ചത്. പ്രാർത്ഥനയുടെ നിയമം, വിശ്വാസത്തിൻ്റെ നിയമം. പ്രാർത്ഥനയുടെ നിയമം എന്ന് പറയുന്നത് ആരാധനാക്രമം മുഴുവനുമാണെന്ന് മനസ്സിലാക്കണം. ലെക്സ് ഒറാൻഡി, ലെക്സ് ക്രെഡൻഡി. അപ്പോൾ പ്രാർത്ഥനാ ജീവിതം, നമ്മുടെ ആരാധനാക്രമം, അതോടൊപ്പം വിശ്വാസവും തമ്മിലുള്ള വലിയ ബന്ധമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ 1125 വളരെ പ്രധാനപ്പെട്ട ഒരു പ്രബോധനമാണ്. ഡൊമിനിക് നിരപ്പാൽ സാക്ഷ്യപ്പെടുത്തുകയാണോ? തംസപ്പ് പറയുന്നത് ഇപ്പോഴത്തെ ഈ രോഗശാന്തിയുടെ സാക്ഷ്യമാണോ? ഇപ്പോൾ പറഞ്ഞ രോഗശാന്തി ഏതെങ്കിലും ഒന്ന് കിട്ടിയ ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? ഡൊമിനിക് നിരപ്പാലിന് ആണ് ഒരു സൗഖ്യം. അത് ഏതാണെന്നറിയാമോ? ഏതാണ് ഡൊമിനിക്? പ്രൈസ് ദ ലോർഡ്. നമുക്ക് കൈയടിച്ച് നന്ദി പറയാം. ഡൊമിനിക് നിരപ്പേലിന് ഇപ്പോൾ പറഞ്ഞ ആ 3 എണ്ണത്തിൽ ഏതോ ഒരെണ്ണത്തിന് സൗഖ്യം കിട്ടിയെന്നാണ്. ദൈവത്തിന് സ്തുതി. ഇപ്പോൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. അതിൻ്റെ ഒരു സൂചന തരാമോ? ഒന്നാമത്തെ ഡൊമിനിക്കിന് കിട്ടി സാറേ. പ്രൈസ് ദ ലോർഡ്. വെരി ഗുഡ്. ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെ അപ്പം തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തുന്നത് വലിയ ഒരു സത്യമാണ്. അത് 1, 2, 3 ഏതാണ് എന്ന് നമ്പർ പറഞ്ഞാൽ മതി. അപ്പോൾ എളുപ്പം മനസ്സിലാവും. 3 രോഗശാന്തികൾ നമ്മൾ പറഞ്ഞു. 1 പ്രോസ്റ്റാറ്റയുടെ, 2 ഹാർട്ട് പെയിൻ, 3 കണ്ണിൻ്റെ. ഹീലിംഗ് ഫ്രം പ്രോസ്ട്രേറ്റ്. ഡൊമിനിക്കിന് ഹീലിംഗ് ഫ്രം പ്രോസ്ട്രേറ്റ്. പ്രൈസ് ദ ലോർഡ്. വെരി ഗുഡ്. താങ്ക് യു. വെരി ഗുഡ്. ദൈവത്തിന് സ്തുതി. ഹല്ലേലൂയ. 1125. ഇക്കാരണത്താൽ കൂദാശാപരമായ ഒരു അനുഷ്ഠാനക്രമവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിൻ്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കാനോ വ്യത്യാസപ്പെടുത്താനോ പാടില്ല. കണ്ടോ? ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെ വളരെയധികം വിഷമിപ്പിച്ച ഒരു കാര്യം. കുദാശാപരമായ ഒരു അനുഷ്ഠാനക്രമവും ശുശ്രൂഷകന്റെയോ സമൂഹത്തിൻ്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ ഇത്രയും നാളും എറണാകുളം അങ്കമാലിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ മുഴുവൻ കാരണം ഇതാണ്. ഈ പ്രബോധനം അറിയാമെങ്കിൽ ഈ എറണാകുളം അങ്കമാലിക്കാർ ഈ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നോ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികളും വൈദികരും ഈ പ്രശ്നം ഉണ്ടാക്കിയത്? കണ്ടോ? സഭയുടെ ഈ ആധികാരികമായ പ്രബോധനം പഠിക്കാത്തത് കൊണ്ടല്ലേ. അതാണ് വിശ്വാസം. നമ്മൾ സഭാ പ്രബോധനത്തിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ ഉള്ള പ്രശ്നം. വരുവിൻ. 1125. ഇക്കാരണത്താൽ. എന്താണ് ഇക്കാരണം? ഇക്കാരണത്താൽ എന്ന് പറഞ്ഞേക്കുന്നത് എന്ത് കാരണത്താലാണ്?
അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: വിശുദ്ധവും സജീവവുമായ പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. പാരമ്പര്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു ഘടകമാണ് ആരാധനാക്രമം. ലെക്സ് ഒറാൻഡി, ലെക്സ് ക്രെഡൻഡി. ഇക്കാരണത്താൽ കൂദാശപരമായ ഒരനുഷ്ഠാനക്രമവും ശുശ്രൂഷകൻ എന്ന് പറയുന്നത് വൈദികൻ, സമൂഹത്തിൻ്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. സഭയിലെ പരമാധികാരി പോലും, ശ്രദ്ധിക്കണം, സഭയിലെ പരമാധികാരി പോലും തന്നിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. കണ്ടോ, ഞാൻ എപ്പോഴും പറയാറില്ലേ, മാർപ്പാപ്പയ്ക്ക് പോലും സീറോ മലബാർ കുർബാനയിലെ ഈ കുർബാനക്രമത്തെ വ്യത്യാസപ്പെടുത്താനുള്ള അധികാരമില്ല. സഭയിലെ പരമാധികാരി പോലും തന്നിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. പിന്നെയോ വിശ്വാസപൂർവമായ അനുസരണത്തോടും ആരാധനാ രഹസ്യത്തോടുള്ള മതാത്മകമായ ആദരവോടും കൂടിയേ അങ്ങനെ ചെയ്യാവൂ. അപ്പം അതിന് ഞാൻ പറയുന്നൊരു വാക്ക് കോമ്പിറ്റൻ്റ് അതോറിറ്റി. സഭയിൽ അതിനെ വ്യത്യാസപ്പെടുത്തണമെങ്കിൽ അതിന് ഉള്ള ഒരു പ്രോസസ്സുണ്ട്. അതൊരു വലിയ പ്രോസസ്സാണ്. അതങ്ങനെ എളുപ്പം നടക്കുന്ന കാര്യമല്ല. അത് വിശ്വാസപൂർവകമായ അനുസരണത്തോടും ആരാധനാ രഹസ്യത്തോടുള്ള മതാത്മമായ ആദരവോടും കൂടി. അത് ഇംഗ്ലീഷിൽ എന്താണ് എഴുതിയേക്കണമെന്ന് നോക്കാം. 1125. For this reason, no sacramental rite may be modified or manipulated at the will of the minister or the community. Even the supreme authority in the church may not change the liturgy arbitrarily, but only in the obedience of faith and with the religious respect for the mystery of the liturgy. Arbitrarily, അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റില്ല. അതിന് വിശ്വാസപൂർവമായ അനുസരണം, ഒബീഡിയൻസ് ഓഫ് ഫെയ്ത്ത്, അതായത് സഭയുടെ അതിനുവേണ്ടി ഉള്ള ഒരു സഭാത്മകമായ ഉത്തരവാദിത്വം അടങ്ങിയിരിക്കുന്ന ആ സംഘം അതിനെ പരിശോധിച്ച് ആരാധനാ രഹസ്യത്തോടുള്ള മതാത്മകമായ ആദരവോടുകൂടി അങ്ങനെ ചെയ്യാവും. ഇനി അടുത്തത് 1205 കേട്ടോ. അത് എൻ്റെ പുസ്തകത്തിൽ ആ സൈഡ് പാരഗ്രാഫിൻ്റെ നമ്പർ തെറ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് 1205. 1205 പറയുന്നത് 1205 ആരാധനയിൽ സർവോപരി കൂദാശകളുടെ ആഘോഷത്തിൽ ദൈവികമായി സ്ഥാപിക്കപ്പെട്ടതും സഭയുടെ സൂക്ഷിപ്പിനായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ ഭേദപ്പെടുത്താനാവാത്ത ഒരു ഭാഗമുണ്ട്. അതാണ് ഭേദപ്പെടുത്താൻ ആവാത്ത ഒരു ഭാഗമുണ്ട്. അതുപോലെ മാറ്റം വരുത്താവുന്ന ഭാഗങ്ങളുമുണ്ട്. സമീപകാലത്ത് സുവിശേഷവത്കരിക്കപ്പെട്ട ജനങ്ങളുടെ സംസ്കാരങ്ങൾക്കനുസൃതമായി അത്തരം ഭാഗങ്ങളെ അനുരൂപപ്പെടുത്താനുള്ള അധികാരവും ചില സന്ദർഭങ്ങളിൽ അതിനുള്ള ചുമതലയും സഭയ്ക്കുണ്ട്. 73 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ വിക്സീനിമോസ് ക്വിൻറ്റസ് ആനസ് എന്ന രേഖയിൽ സാക്രസാൻഡം കൺസീലിയത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാക്രസാൻഡം കൺസീലിയം 21. അപ്പം ആരാധനയിൽ സർവോപരി കൂദാശകളുടെ ആഘോഷത്തിൽ ദൈവികമായി സ്ഥാപിക്കപ്പെട്ടതും സഭയുടെ സൂക്ഷിപ്പിനായി ഏൽപ്പിക്കപ്പെട്ടതും. കണ്ടോ, ആരാധനക്രമം നമുക്ക് ഇഷ്ടമുള്ള മാതിരി ഒന്നും ചെയ്യാൻ പാടില്ല.
അത് ദൈവികമായി സ്ഥാപിക്കപ്പെട്ടിട്ട് സഭയെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിനെ സൂക്ഷിക്കാനായിട്ട്. ആ സൂക്ഷിപ്പുകാരായ സഭ അതിനെ മാറ്റിമറിക്കാൻ പാടുണ്ടോ? സഭയുടെ സൂക്ഷിപ്പിനായി ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളതുമായ ഭേദപ്പെടുത്താനാകാത്ത ഒരു ഭാഗമുണ്ട്. അതാണ് പ്രത്യേകിച്ച് അനാഫറ പ്രാർത്ഥനകൾ, കൂദാശ വചനങ്ങൾ. അത് ഭേദപ്പെടുത്താൻ ആവാത്ത ഭാഗമാണ്. അതേസമയം അതുപോലെ മാറ്റം വരുത്താവുന്ന ഭാഗങ്ങളുണ്ട്. സമീപകാലത്ത് സുവിശേഷവത്കരിക്കപ്പെട്ട ജനങ്ങളുടെ സംസ്കാരങ്ങൾക്കനുസൃതമായി അത്തരം ഭാഗങ്ങളെ അനുരൂപപ്പെടുത്താനുള്ള അധികാരവും ചില സന്ദർഭങ്ങളിൽ അതിനുള്ള ചുമതലയും സഭയ്ക്കുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഇനി നമ്മൾക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് നീങ്ങാം. 1126. അതുപോലെ തന്നെ കൂദാശകൾ സഭയിൽ വിശ്വാസത്തിന്റെ ഐക്യത്തെ പ്രകാശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ക്രൈസ്തവരുടെ ഐക്യം പുനഃസ്ഥാപിക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള സംവാദത്തിന്റെ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങളിൽ ഒന്നാണ് പ്രാർത്ഥനയുടെ നിയമം. ലെക്സ് ഒറാൻഡി, പ്രാർത്ഥനയുടെ നിയമം. 1126. കൂദാശകൾ സഭയിൽ, ഇപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രവചനത്തിൽ പറഞ്ഞത് എന്താണ്? ഈ കൂദാശകളിലൂടെ നമ്മിലേക്ക് വരുന്നത് എന്താണെന്ന് വിചാരിച്ചേക്കണേ. എന്തോ ഒരു അത്ഭുതകരമായ ശക്തിവിശേഷമാണ്. അതായത് അന്ത്യദിനത്തിൽ ഉയർപ്പിക്കുന്ന ആ കർത്താവ് തന്നെയാണ് ഇന്ന് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതാണ് ഇവിടെ നമ്മുടെ സിറോ മലബാർ കുർബാനയിലെ ഒരു ഭാഗം എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ വരുന്നത്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തു വസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു, ഉത്ഥിതരായിടുവാൻ. കണ്ടോ? മൃതരെല്ലാരും മഹിതോത്ഥാനത്തിൽ അതാണ്. ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു. എന്തിനാ? ഉത്ഥിതരായിടുവാൻ. നമ്മളെല്ലാവരും ഇപ്പോൾ തന്നെ ഇത് വിശ്വസിക്കണം. വിശുദ്ധ കുർബാനയിൽ ഈ കർത്താവിൻ്റെ വിസ്മയനീയമായ വീണ്ടും വരവിൻ്റെ ആ ഉത്ഥാനത്തിൻ്റെ അനുഭവത്തെ ഇപ്പോൾ തന്നെ നമ്മൾക്ക് നൽകുന്നതാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ടാണ് സർവാധിപനാം കർത്താവേ എന്ന് പാടിയിട്ടുള്ള പ്രാർത്ഥന. കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാണ്. അപ്പോൾ നമ്മളുടെ വിശ്വാസം, എന്തുകൊണ്ടാണ് വിശ്വാസം വളരാത്തത്? നമ്മൾ വിശ്വസിക്കുന്നത് എന്തോ ചില വചനങ്ങൾ ചൊല്ലിയിട്ട്, ചില വചനങ്ങളെ പഠിച്ച്, ചില പഴയ നിയമവചനങ്ങളെ എല്ലാം പറഞ്ഞുകൊണ്ട് അത് ഇത്ര പ്രാവശ്യം പ്രാർത്ഥിക്കും, അതങ്ങനെ പ്രാർത്ഥിക്കും. ഈ വിശ്വാസത്തിൻ്റെ രഹസ്യത്തെ നമ്മൾ ഉൾക്കൊള്ളണം. ക്രിസ്തു മുഴുവനായിട്ട് നമ്മളിൽ വസിക്കുന്നു. നമ്മൾ ചിലപ്പോൾ പറയാം, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സുഖപ്പെട്ടു. അവൻ്റെ ക്ഷതങ്ങളാൽ മാത്രമാണോ നാം സുഖപ്പെട്ടത്? അവൻ ഉയർത്തെഴുന്നേറ്റ് നമ്മിൽ വസിക്കുന്നു. എന്താ വിചാരിച്ചേക്കണേ? അതുകൊണ്ടാണ് ഈശോ തന്നെ പറഞ്ഞ വാക്കുകളെ നമ്മൾ കൂടുതൽ പഠിക്കണം. ഈശോ പറഞ്ഞ വാക്കെന്താ? നിന്നിൽ ഞാനുമേ എന്നിൽ നീ ഇങ്ങനെ നാം. വളരെ എളുപ്പം.
ഞാൻ നിന്നിൽ പൂർണ്ണനായി വസിക്കുന്നു, നീ എന്നിലും. ഇനി ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? അപ്പോൾ അതാണ് കൗദാശികമായ ഒരു പ്രബോധനത്തിൻ്റെ ആവശ്യം. കൗദാശകളെക്കുറിച്ച് വേണ്ട മാതിരി നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ ഈ കുർബാനയ്ക്ക് പോണു വരണു, ജീവിതം മുഴുവനും കുർബാനയ്ക്ക് പോയി വന്നു, എന്നിട്ട് എന്ത് കിട്ടി? കുർബാന കഴിഞ്ഞ് വന്നപ്പോൾ പറയാൻ, ഓ ഇങ്ങനെ ജീവിച്ചിട്ട് എന്ത് കാര്യം, നീ ഇതിലും ഭേദം. വളരെ ദുർഭഗമായ നിരാശ കലർന്ന വാക്കുകളാണ്. ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും, പക്ഷെ ആ പ്രശ്നങ്ങളെല്ലാം കർത്താവ് എടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. ഓക്കെ, അപ്പോൾ 1926 ഒന്നുകൂടി വായിക്കാം. അതുപോലെ തന്നെ കൂദാശകൾ സഭയിൽ വിശ്വാസത്തിൻ്റെ ഐക്യത്തെ പ്രകാശിപ്പിക്കുകയും വിശദീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ക്രൈസ്തവരുടെ ഐക്യം പുനഃസ്ഥാപിക്കുവാൻ ഉദ്ദേശിച്ചുള്ള സംവാദത്തിൻ്റെ അടിസ്ഥാനപരമായ മാനദണ്ഡങ്ങളിലൊന്നാണ് പ്രാർത്ഥനയുടെ നിയമം. അതുകൊണ്ടാണ് എന്തെല്ലാം സംവാദങ്ങളിൽ നമ്മൾ പെട്ടാലും നമ്മുടെ ആരാധനാക്രമത്തിനെ മാറ്റം വരുത്താൻ അതിന് യാതൊരു സാധ്യതയുമില്ല. 815 ഇതിൻ്റെ മാർജിനൽ പാരഗ്രാഫായ 815 എക്യുമേനിസത്തെക്കുറിച്ചുള്ള ഡിക്രിയിലുള്ളതാണത്. യൂണിറ്റാറ്റിസ് റിഡൻഡഗ്രേഷ്യോ ഡിക്രി ഓഫ് എക്യുമേനിസം 815 പറയുന്നത്, ഐക്യത്തിൻ്റെ ഈ കണ്ണികൾ ഏവയാണ്: സർവോപരി പരിപൂർണതയുടെ ബന്ധമായ സ്നേഹം. കൊളോസോസ് 3:14. സർവോപരി പരിപൂർണതയുടെ ബന്ധമായ സ്നേഹം. എന്നാൽ തീർത്ഥാടക സഭയുടെ ഐക്യത്തിന് കൂട്ടായ്മയുടെ ദൃശ്യമായ ബന്ധങ്ങൾ കൊണ്ടും ഉറപ്പു നൽകപ്പെട്ടിരിക്കുന്നു. തീർത്ഥാടക സഭയുടെ ഐക്യത്തിന് കൂട്ടായ്മയുടെ ദൃശ്യമായ ബന്ധങ്ങൾ കൊണ്ട് ഉറപ്പു നൽകപ്പെട്ടിരിക്കുന്നു. തീർത്ഥാടക സഭയുടെ ഐക്യത്തിന് കൂട്ടായ്മയുടെ ദൃശ്യമായ ബന്ധങ്ങൾ കൊണ്ട് ഉറപ്പു നൽകപ്പെട്ടിരിക്കുന്നു. 1. അപ്പസ്തോലന്മാരിൽ നിന്ന് ലഭിച്ച ഏക വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിൽ. അതാണ് വിശ്വാസ പ്രമാണം, യാതൊരു വ്യത്യാസവുമില്ല, അപ്പസ്തോലിക വിശ്വാസം. 2. ദൈവാരാധനയുടെ പ്രത്യേകിച്ച് കൂദാശകളുടെ പൊതുവായ ആഘോഷം. കൂദാശകളുടെ പൊതുവായ ആഘോഷം. 3. ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ സഹോദര്യ ബന്ധം നിലനിർത്തുന്ന തിരുപ്പട്ട കൂദാശ വഴിയുള്ള അപ്പസ്തോലിക പിന്തുടർച്ച. ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ ഏതാണ് ദൈവത്തിൻ്റെ കുടുംബം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവ കുടുംബത്തിൻ്റെ സഹോദര്യ ബന്ധം നിലനിർത്തുന്ന തിരുപ്പട്ട കൂദാശ വഴിയുള്ള അപ്പസ്തോലിക പിന്തുടർച്ച. അപ്പോൾ ഈ തിരുപ്പട്ട കൂദാശയിലൂടെ ഒരു അപ്പസ്തോലിക പിന്തുടർച്ചയാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകിയ ആ അധികാരവും ആ അഭിഷേകവും അപ്പസ്തോലിക പിന്തുടർച്ചയായിട്ട് മെത്രാന്മാരുടെയും വൈദികരുടെയും തിരുപ്പട്ട കൂദാശ വഴി നമുക്ക് ലഭിക്കുന്നു. തിരുപ്പട്ട കൂദാശ വഴിയുള്ള അപ്പസ്തോലിക പിന്തുടർച്ച. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. എല്ലാവർക്കും നന്ദി. ഇപ്പോൾ നമ്മളിവിടെ നമ്മളിന്ന് അവസാനിപ്പിക്കാം. അപ്പോൾ പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ പഠിച്ചത് 1925 ഇക്കാരണത്താൽ കൂദാശപരമായ ഒരനുഷ്ഠാന ക്രമവും ശുശ്രൂഷകൻ്റെയോ സമൂഹത്തിൻ്റെയോ ഇഷ്ടമനുസരിച്ച് പരിഷ്കരിക്കുകയോ വ്യത്യാസപ്പെടുത്തുകയോ ചെയ്യാൻ പാടില്ല. അതാണ് നമുക്കിഷ്ടമുള്ള മാതിരി ആരാധനാക്രമം മാറ്റാൻ പാടില്ല. സഭയിലെ പരമാധികാരിക്ക് പോലും മാർപ്പാപ്പയ്ക്ക് പോലും
തന്നിഷ്ടം പോലെ ലിറ്റർജിയെ വ്യത്യാസപ്പെടുത്താൻ പാടില്ല. പ്രൈസ് ദ ലോർഡ്. ദൈവമേ, ഈ ഭാഗം ഞങ്ങളുടെ എറണാകുളം അങ്കമാലിയിലുള്ള എല്ലാവരുടെയും ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കർത്താവേ. പ്രൈസ് ദ ലോർഡ്. വേദന കർത്താവ് സുഖപ്പെടുത്തുന്നു. മറ്റൊന്ന്, മൂന്നാമത്തേത്, ഇടത് കണ്ണിൻ്റെ അകം ചുമന്ന് കണ്ണിന് വേദനയുള്ള ഒരാളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. പ്രൈസ് ദ ലോർഡ്. നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്ക് പുതുജീവൻ നൽകും. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. കൊളോസ്യോസ് 1:26-27. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും കഷ്ടതകളും കർത്താവ് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അനുഭവിക്കുന്ന തിരസ്കരണങ്ങളും രോഗങ്ങളും സഹനങ്ങളും എല്ലാം വളരെ വിലയുള്ളതാണ്. അതെല്ലാം ഈശോയുടെ പീഡാനുഭവത്തോട് ഞങ്ങൾ ചേർക്കുന്നു. എല്ലാ അവഹേളനങ്ങളും, എല്ലാ വഞ്ചനകളും, എല്ലാ ചതികളും, എല്ലാ വേദനിപ്പിക്കുന്ന അവസ്ഥകളും പീഡാനുഭവത്തോട് ചേർക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ സഹനങ്ങളും ഈശോയുടെ കുരിശിലേക്ക് ഞങ്ങൾ ചേർത്തുകൊണ്ട് അങ്ങയുടെ പുനരുത്ഥാനത്തിനെ ഞങ്ങൾ പൂർണ്ണമായി പ്രത്യാശിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ മഹത്വം കാണുന്നു. മഹത്വത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലുണ്ട്. മഹത്വത്തിൻ്റെ ആത്മാവ് ഞങ്ങളിലുണ്ട്. മഹത്വം ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. സങ്കീർത്തനങ്ങളിലെല്ലാം പാടുന്ന ഇതാണ്. അങ്ങയുടെ മഹത്വം ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഇന്നത്തെ ക്ലാസ്സിൽ കേട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ട് കുർബാന അർപ്പിക്കുക. അങ്ങനെ ഈ ക്ലാസ് പൂർണ്ണമാകുന്നത് നിങ്ങളുടെ കുർബാന അർപ്പണത്തിലായിരിക്കട്ടെ. എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ, ബൈ ബൈ, ബൈ ബൈ.